ഹായ് ഹലോ, ഞാനിന്ന് പുറത്തു നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. നല്ല കാലാവസ്ഥ കേട്ടോ, മഴയൊക്കെ കുറച്ച് തോന്നിട്ടുണ്ട്, വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇരിക്കാൻ തന്നെ നല്ലൊരു സുഖം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മസാലക്കറിയാണ്. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പൂല്ലേ, ആ ഒരു മസാലക്കറിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസാലക്കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി 200 ഗ്രാമോളം ഗ്രീൻ പീസ് തലേദിവസം സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ 2 ക്യാരറ്റ്, 3 പൊട്ടാറ്റോ, ഇതൊക്കെ ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണത്. ഗ്രീൻ പീസിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്, നമ്മൾ മസാലക്കറിയുടെ ടേസ്റ്റ് തന്നെ വ്യത്യാസമായി പോകും കേട്ടോ. ഇനി നമുക്കൊരു ഗ്യാസിലോട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ നന്നായി ചൂടായി വന്ന ശേഷം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും ക്യാരറ്റും ഇട്ടിട്ട് ഒരു 3 മിനിറ്റോളം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 3 മിനിറ്റ് മതി. ദേ ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് മാത്രം മതി, ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുമ്പോൾ എല്ലാം ഉടഞ്ഞു പോവേ. എന്നിട്ട് നമുക്കൊരു കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതിയേ. അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മളൊരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ ഒരു സവാളയാണ്, ശരിക്കും കുഞ്ഞ് സവാള ആയതുകൊണ്ട് ഞാൻ 2 എടുത്തു. പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ട് കുറച്ചൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരികയും വേണം കേട്ടോ. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവേ. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഓണാക്കി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നോർമലായിട്ടുള്ള ചില്ലി പൗഡർ എടുത്താൽ മതി കേട്ടോ. ഒരു 30-40 സെക്കൻഡ് വഴറ്റിയപ്പോഴത്തേനും നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ പൊടികളിടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന ശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിക്കണം കേട്ടോ. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടണേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച പൊട്ടാറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ, കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ്സോളം തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം അടച്ച് വെച്ച് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഈ മസാലയൊക്കെ നമ്മുടെ ഇതിനകത്തൊക്കെ പിടിക്കണം, അതുവരെ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. ഈ സമയത്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടീസ്പൂണോളം തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒരു ഇടത്തരം ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് നമ്മുടെ തേങ്ങയൊക്കെ ഇതേ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ മതിയേ. ഇത് നന്നായി ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് അരപ്പും മിക്സിയുടെ ജാറിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരുപോലെ ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറിക്ക്. എല്ലാം ഇപ്പം ഉപ്പായാലും എരിവായാലും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് താളിക്കാം കേട്ടോ. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക്
കറിയിലോട്ട് ഒന്ന് കാച്ചി ഒഴിക്കുക കേട്ടോ. ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാച്ചി ഒഴിച്ചിട്ട് തുറന്ന് നോക്കുക. പക്ഷേ ഇത് ഉച്ചയ്ക്ക് മോൾക്ക് കൊണ്ടുപോകാനുള്ള കറി ആയതുകൊണ്ട് തന്നെ രാവിലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വേഗം എല്ലാം അങ്ങോട്ട് വേഗം ഇളക്കി മറിച്ച് വിട്ടാൽ, അല്ലെങ്കിൽ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയൊക്കെ ഞാൻ കുറച്ച് കാച്ചിയതൊക്കെ ഒന്ന് മാറ്റി വെക്കുമായിരുന്നു. പക്ഷെ സമയമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേഗം പണിയൊക്കെ തീർക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.